നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അശാന്തിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സജീവമാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിലെ നയതന്ത്ര കുരുക്കുകളെ ഗൗരവകരമായി തന്നെ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത കേവലം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ അമേരിക്ക കൈക്കൊണ്ട ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ, അത് പ്രത്യേകിച്ചും ഇറാനിയൻ നേതൃത്വത്തിന് നേരെയുണ്ടായ പ്രകോപനങ്ങൾ നിലവിലെ സമാധാന ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. സമാധാനത്തിനായിട്ട് വാദിക്കുമ്പോഴും ഒരേ സമയം സൈനിക സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കൻ രീതി ഒരു ശാശ്വത പരിഹാരത്തിന് തടസ്സമാകുമെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ചർച്ചകളിൽ ഏറെ നിർണായകമാണ്. തീവ്ര നിലപാടുകാരായിട്ടുള്ള ഹാർഡ് ലൈനേഴ്സിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മിതവാദി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മസൂദ് പെസഷ്കിയാനെ ജനം തിരഞ്ഞെടുത്തത് ഇറാൻ ജനത സമാധാനവും പുരോഗതിയും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. എന്നാൽ ഇത്തരമൊരു മിതവാദി സർക്കാരിനെ പോലും വിശ്വാസത്തിലെടുക്കാനായിട്ട് തയ്യാറാകാത്ത അമേരിക്കൻ സമീപനം തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു അബദ്ധമാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള ഭീഷണികൾ ഇറാനിലെ തീവ്രവാദ ചിന്താഗതിക്കാർക്ക് കൂടുതൽ കരുത്ത് പകരാനേ സഹായിക്കും. സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു ജനതയെ യുദ്ധഭീഷണിയിലൂടെ നേരിടുന്നത് തീർച്ചയായിട്ടും നയതന്ത്രപരമായിട്ടുള്ള പരാജയമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചർച്ചകൾക്കിടയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നത് ഒരിക്കലും ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത്. ഇറാന് ചുറ്റും അമേരിക്കൻ നാവികസേനയെയും വ്യോമസേനയെയും വിന്യസിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചകൾ തോക്കിൻ മുനയിൽ നിർത്തിയുള്ള ഒരു കരാർ ഒപ്പിടൽ മാത്രമായിട്ട് മാറുന്നു. പരസ്പര വിശ്വാസമില്ലാത്ത ഇത്തരം ചർച്ചകൾക്ക് അധികകാലം ആയുസ്സുണ്ടാകില്ല. മുൻകാലങ്ങളിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത് ഇന്നും ഇറാനിയൻ നേതൃത്വത്തിൻ്റെ ഓർമ്മയിലുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം നടന്ന ഇത്തരം ലംഘനങ്ങൾ തീർച്ചയായിട്ടും ചർച്ചകളുടെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കുന്നവയാണെന്ന് ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് ആവർത്തിക്കുകയാണ്. ഗാസയിലും അതോടൊപ്പം തന്നെ ലെബനനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കരാറുകളുടെ ലംഘനം തന്നെയാണ്. വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വരുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയും ഹമാസും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരു വശത്തും അതുപോലെ തന്നെ ഇസ്രായേൽ നൽകുന്ന ന്യായീകരണങ്ങളൊക്കെ തന്നെ മറുവശത്തും നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യഥാർത്ഥത്തിൽ ബലിയാടാകുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ്. കരാറുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യം അത് പശ്ചിമേഷ്യയിൽ സംജാതമായിരിക്കുകയാണ്. ഈ വിശ്വാസ തകർച്ച പരിഹരിക്കാതെ അമേരിക്ക നടത്തുന്ന ഏത് മധ്യസ്ഥ നീക്കവും വെറും പ്രഹസനമായി തന്നെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അമേരിക്കൻ നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾ ഈ ചർച്ചകളിൽ പുതിയൊരു മാനമുണ്ടാക്കുന്നു. സ്റ്റീവ് വിറ്റ്കോഫിനും അതോടൊപ്പം തന്നെ ജാരഡ് കുഷ്ണർക്കും പകരം വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഒരു പ്രധാന മാറ്റം തന്നെയാണ്. ട്രംപിൻ്റെ ക്യാമ്പിലെ കൂടുതൽ സ്ഥിരബുദ്ധിയുള്ള ആളായി അറിയപ്പെടുന്ന വാൻസ് അനാവശ്യ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അത് അനാവശ്യമായി ലോകത്തെവിടെയും പോയി യുദ്ധം ചെയ്യുക എന്നതല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് അവിടെ സമാധാനം ഉറപ്പാക്കുക എന്നത് തന്നെയാണ്. ഇത് ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ ഒരു പുരോഗതി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇറാൻ പക്ഷത്തും നേതൃത്വപരമായ മാറ്റങ്ങൾ പ്രകടമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിക്ക് പുറമെയായിട്ട് ഇറാനിയൻ പാർലമെൻറ്റായ മജ്ലിസിൻ്റെ സ്പീക്കർ നേരിട്ട് രംഗത്തിറങ്ങുന്നത് ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുജ്തബ ഖമേനിയെ പോലെയുള്ള കരുത്തുറ്റ നേതാക്കളുടെ സാന്നിധ്യം ഇറാൻ്റെ നിലപാടുകൾക്ക് കൂടുതൽ ദൃഢത നൽകുന്നുണ്ട്. ആഭ്യന്തരമായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ചർച്ചകളിൽ ഏർപ്പെടാനായിട്ട് ഇറാൻ തയ്യാറാകുന്നത് അവർ നേരിടുന്ന സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള വെല്ലുവിളികൾ കൂടിയാണ് കണക്കിലെടുത്താണ്. എന്നാൽ ഇറാൻ്റെ പരമാധികാരത്തെ മാനിക്കാത്ത ഒരു കരാറിനും അവർ തയ്യാറാകില്ല എന്നത് ഉറപ്പാണ്. ഈ യുദ്ധം ഇറാൻ ജനതയെ കൂടുതൽ തീവ്ര നിലപാടുകളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഒരു വസ്തുത. ഇറാൻ്റെ സംസ്കാരത്തെ തന്നെ തകർക്കുമെന്നും അവരെ ശിലായുഗത്തിലേക്ക് അയക്കുമെന്നുമുള്ള അമേരിക്കൻ ഭീഷണികൾ ഇറാൻ ജനതയെ തങ്ങളുടെ ഭരണകൂടത്തോട് കൂടുതൽ ഇപ്പോൾ അടുപ്പിച്ചിരിക്കുകയാണ്. ദേശീയതയെയും മതവിശ്വാസത്തെയും ആയുധമാക്കി പ്രതിരോധിക്കാൻ അവർ നിർബന്ധിതരായി. മിതവാദികൾക്ക് മുൻതൂക്കമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും റാഡിക്കലായ ഒരു സമൂഹത്തിലേക്കുള്ള മാറ്റത്തിന് ഈ യുദ്ധ സാഹചര്യങ്ങൾ കാരണമായി. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ ഇറാൻ ഉയർത്തുന്ന നിബന്ധനകൾ അത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നവയാകില്ല. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം, ആണവ പദ്ധതികളുടെ ഭാവി, അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണങ്ങൾ എന്നിവയിലൊക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. തങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം വേണമെന്ന ആവശ്യവും അവർ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ശ്രമിക്കുമ്പോൾ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുകയാണ്.
കേവലം ഒരു താൽക്കാലിക വെടിനിർത്തലല്ല, മറിച്ച് മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു റീജിയണൽ പാക്കേജാണ് ഇവിടെ അവർക്ക് വേണ്ടത്. ഇറാൻ മാത്രം സമാധാനം പാലിച്ചതുകൊണ്ട് ഇവിടെ പ്രശ്നം തീരില്ലെന്നും പലസ്തീൻ വിഷയം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കപ്പെടണമെന്നും വിദഗ്ധർ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ നിലപാടുകളിൽ വന്നിട്ടുള്ള മാറ്റം ഈ സംഘർഷത്തിൻ്റെ മറ്റൊരു പ്രധാന വശം കൂടിയാണ്. അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇസ്രയേലിനോട് അടുത്തിരുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പുനർചിന്തനത്തിലാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ സൈനികമായ പരിമിതികൾ ഈ യുദ്ധത്തോടെ വെളിപ്പെട്ട് കഴിഞ്ഞു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ അമേരിക്ക തങ്ങളെ എത്രത്തോളം സംരക്ഷിക്കും എന്ന കാര്യത്തിൽ അവർക്ക് സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിന് ഇറാനെയും കൂടെ കൂട്ടണമെന്ന യാഥാർത്ഥ്യം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. നാറ്റോ സഖ്യകക്ഷികളുടെ പിന്മാറ്റം അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി കൂടിയാണ്. മുൻകാലങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധങ്ങളൊക്കെ തന്നെ നയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതൊരു അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം മാത്രമാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. ഇതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയുടെ ഒറ്റപ്പെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ലോക പോലീസുകാരൻ എന്ന നിലയിലുള്ള അമേരിക്കയുടെ ആ ഒരു പദവിക്ക് ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നുവെന്ന് വേണം കരുതാനായിട്ട്. റഷ്യയും ചൈനയും പശ്ചിമേഷ്യൻ വിഷയങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഇടപെടുന്നത് അത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ പിന്തുണയുള്ള ഇറാനെ സൈനികമായിട്ട് തകർക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും വിശ്വാസത്തിലെടുക്കാതെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വത സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഒരു ഏകധ്രുവ ലോകത്ത് നിന്ന് ബഹുധ്രുവ ലോകത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് ഈ പ്രതിസന്ധിയെ കാണാൻ സാധിക്കും. G20 അല്ലെങ്കിൽ P5 ഗ്രൂപ്പുകളുടെയൊക്കെ തന്നെ സഹായമില്ലാതെ സമാധാനം സാധ്യമല്ല. വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന വലിയൊരു സത്യം ഒരിക്കൽ കൂടി ഇപ്പോൾ ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത്യാധുനിക മിസൈലുകളും വിമാനങ്ങളും ഉണ്ടെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മണ്ണിൽ കാല് കുത്താതെ അവരെ കീഴടക്കാനായിട്ട് കഴിയില്ല. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഈ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് അവർ ചർച്ചാ മേശയിലേക്ക് വരാനായിട്ട് ഇവിടെ നിർബന്ധിതരായിരിക്കുന്നത്. ഇറാൻ ഒരു ദുർബല രാജ്യമാണെന്ന ധാരണ തിരുത്താൻ ഈ സംഘർഷം സഹായിച്ചു. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും സൈനിക ശേഷിയും ഇറാൻ കൃത്യമായി ഇവിടെ ഉപയോഗിച്ചു എന്നതാണ് സത്യം. വാണിജ്യ യുദ്ധങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളുമൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ യുദ്ധം അവസാനിക്കണമെന്നാണ് ലോക രാജ്യങ്ങളും ഇവിടെ ആഗ്രഹിക്കുന്നത്. അമേരിക്ക ഇറാനെ പൂർണ്ണമായി തകർക്കണമെന്ന് ഒരു അറബ് രാജ്യം പോലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ് എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ചർച്ചകൾ വിജയകരമാകണമെങ്കിൽ അമേരിക്ക കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അബദ്ധങ്ങൾ ഇവിടെ തുറന്നു പറയേണ്ടി വരും. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉറപ്പുകൾ വാങ്ങി നൽകാൻ അമേരിക്കയ്ക്ക് കഴിയണം. വെറുമൊരു മധ്യസ്ഥൻ എന്നതിലുപരിയായിട്ട് കൃത്യമായി കരാറുകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ഗ്യാരണ്ടർ ആകാനായിട്ട് അമേരിക്ക ഇവിടെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇറാനും ഹിസ്ബുള്ളയും പോലെയുള്ള സംഘടനകൾ ഈ ചർച്ചകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസ്യതയാണ് ഏതൊരു നയതന്ത്ര നീക്കത്തിൻ്റെയും അടിത്തറയെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ സമാധാന നീക്കങ്ങൾ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. യുദ്ധം കൊണ്ട് ഒന്നും നേടാനാവില്ലെന്നും നയതന്ത്രമാണ് ഏക പോംവഴിയെന്നും ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. JD വാൻസിനെ പോലെയുള്ള പുതിയ നേതൃത്വവും ഇറാൻ്റെ മിതവാദി സർക്കാരും ചേർന്ന് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. എങ്കിലും മേഖലയിലെ സങ്കീർണമായ ചരിത്രവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ സമാധാനം അത്ര എളുപ്പത്തിൽ കൈവരിക്കാവുന്ന ഒന്നല്ല.